വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ബീഫും പൊറോട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി ദം പൊറോട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 1/4 കിലോ ബീഫ്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും അത്യാവശ്യം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് 2 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഗ്രേവിക്ക് വേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറിയ കഷ്ണം ഗ്രാമ്പു, അതുപോലെ പട്ട, ഏലക്കായ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില, അതുപോലെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് ഏകദേശം 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സവാള ചേർത്ത് കൊടുത്ത് അതിന് വഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ മണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മറന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുള്ളൂ. പിന്നെ 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗരം മസാല കൂട്ടി കൊടുത്താൽ മതിയാകും. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തത്. ഈ ഒരു പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഒരു 1.5 ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തും അതുപോലെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫിൻ്റെ മസാല വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായിട്ടുള്ള തിക്ക് ഗ്രേവിയാണ് നമുക്ക് ഈ ഒരു ദം പൊറോട്ടയിലോട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പെല്ലാം പാകമാണെന്ന് നോക്കുക. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ബീഫിൻ്റെ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തുമ്പോൾ ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചെറുതാക്കി ചൂടാക്കി പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു നെയ്യും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഒരു ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില, കാഷ്യൂസ്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുമുണ്ട്. അത് നടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 4 ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു വാഴൻ്റെല വെച്ച് കൊടുക്കുക. വാഴൻ്റെല വെച്ച് കൊടുത്തതിന് ശേഷം വാഴൻ്റെല ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വാഴൻ്റെല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഒരു പൊറോട്ട എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഗ്രേവി ഒരു 2 ടേബിൾ സ്പൂണോളം ഗ്രേവി അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഗ്രേവി എടുത്തിട്ട് പൊറോട്ടയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഗ്രേവിയുടെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടി വെക്കുക. എനിക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാത്തിനും കുറച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക.
ഇതുപോലെ ഓരോ പൊറോട്ട വെക്കുമ്പോഴും ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 12 പൊറോട്ടകൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ അവസാനത്തെ പൊറോട്ടയും വെച്ച് കഴിഞ്ഞു. അവസാനത്തെ പൊറോട്ട വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ബീഫ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഴിമുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇത് അടച്ചെടുക്കണം. നന്നായിട്ട് അടച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ദമ്മ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. പതുക്കെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തട്ടിലോട്ടൊന്ന് കൊട്ടിയെടുക്കണം. ഞാനിതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ടയുടെ കൂടെ തന്നെ ബീഫ് ഒന്ന് പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാനതിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ബീഫ് പൊരിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്തിട്ട് ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവിയുടെ കൂടെ തന്നെ അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ദം പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബീഫും പൊറോട്ട എല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു. ബൈ.